ഹലോ. അപ്പോൾ ഞങ്ങളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. കോഴിക്കോട് യാത്രയൊക്കെ പോയി ക്ഷീണമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ പുതിയൊരു യാത്ര കൂടി പോവുകയാണ്. ഇത്തവണ നമ്മൾ ബസ്സിലാണ് പോകുന്നുള്ളത്. ഇതും ഫാമിലി ടൂറ് തന്നെയാണ്. നമ്മൾ രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ബസ് വിട്ടത്. ബസ് വിട്ടപ്പോൾ തൊട്ട് ഡാൻസും പാട്ടും ഒക്കെയായി അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് തന്നെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലത്തിൻ കിളി, പൈകിളി മലത്തിൻ കിളി. തിന്നലും മകളെയോ കുഞ്ഞു തുമ്പി തമ്പുരു നീട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലത്തേലികൾ വീശിയോ. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലത്തിൻ കിളി, പൈകിളി മലത്തിൻ കിളി. വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് എപ്പോഴോ ഇറങ്ങിപ്പോയി. പിന്നെ കണ്ണ് തുറന്നപ്പോൾ രാവിലെ ആയിരുന്നു. അപ്പോഴും ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണ് നേരത്തെ എണീറ്റ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറുതെ അല്ല അവൻ സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞത്. പിന്നെ അടുക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂന്നാർ എത്തുന്തോറും തണുപ്പ് കൂടി വന്നുകൊണ്ടിരുന്നു. പിന്നെ രണ്ട് സൈഡും കാണാൻ നല്ല ഉണ്ടായിരുന്നു. കുറേ കാടും മലയും വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് കൂടുതലും കുരങ്ങന്മാരൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഡ്രൈവർ എപ്പോഴും നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കും. ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന കാര്യങ്ങളുണ്ട്, റൈറ്റ് സൈഡ് എന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ കൂടുതലും മൂന്നാർ എത്തുന്ന വരെ എല്ലാം ആസ്വദിച്ച് തന്നെയാണ് ഞങ്ങൾ പോയത്. മാക്സിമം കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് പോയി.
ഈ കാണുന്ന കാടും വെള്ളച്ചാട്ടവും മഴയും എല്ലാം നമ്മളെ നാട്ടിലും കാണുന്നത് തന്നെയാണല്ലോ. പക്ഷെ നമ്മളൊരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമായിരിക്കും അല്ലേ. അതുതന്നെയാണ് നമുക്കും ഉണ്ടായത്. ഞങ്ങൾ മൂന്നാർ എത്തി, എന്നിട്ട് റൂമെടുത്ത് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ കയറി. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നുള്ളത്. ആ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.